ഹലോ ഫ്രണ്ട്സ്, റിനീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മഷ്റൂം മസാല എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഞാൻ 500 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി അതിൻ്റെ മുകളിലുള്ള വഴുവഴുപ്പുള്ള തൊലി കളഞ്ഞ് ഈ രീതിയിൽ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനിയും അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 സവാള ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, പുളിയില്ലാത്ത പഴുത്ത 2 തക്കാളി പിന്നീട് അരയ്ക്കാനുള്ളതും, ആവശ്യത്തിന് കറിവേപ്പിലയും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതുമാണിത്. ലാസ്റ്റ് മസാലയിൽ അരയ്ക്കാനുള്ള കശുവണ്ടിയും. ഇതൊക്കെയാണ് ഇതിനു വേണ്ടിയ സാധനങ്ങൾ. ഇനി നമുക്ക് പാൻ ചൂടാക്കി ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റാം. അതിലോട്ട് പച്ചമുളക് അരിഞ്ഞതും അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റാം. കുറച്ച് വഴന്നു കഴിയുമ്പോൾ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി വഴറ്റുക. ഈ പരുവത്തിൽ വഴന്നു കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചു വെച്ച തക്കാളി കൂടി ചേർത്ത് പച്ച ചുവ മാറുന്നത് വരെ ഇളക്കി അല്പനേരം അടച്ചു വയ്ക്കാം. ഇനിയും തുറന്നു നോക്കാം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിയുന്നുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിളക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച മഷ്റൂമും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചെറുതീയിൽ 5 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. ഇപ്പോൾ മഷ്റൂം നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി തിക്കായിട്ടുള്ള ഗ്രേവിയായി വന്നിട്ടുണ്ട്.
കശുവണ്ടി പേസ്റ്റ് ഒഴിച്ച് ഇളക്കി ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില തൂകി അടുപ്പിൽ നിന്ന് മാറ്റി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ മഷ്റൂം മസാല റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടിയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഐറ്റവുമായി നമുക്ക് വീണ്ടും കാണാം.